ലാൽ സലാം മോഹൻലാൽ നായകനായി എത്തിയ ദൃശ്യം 3യുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. 10ാം ദിനത്തിൽ സിനിമയ്ക്ക് അതിഗംഭീര കളക്ഷനാണ്. ഇതിനോടകം 204 കോടിയോളമാണ് സിനിമ 9 ദിനങ്ങൾ കൊണ്ട് നേടിയത്. ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തോടെ സിനിമ 210, 214 കോടിയിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പാക്കപ്പെടുകയാണ്. ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ 7ാം ദിനം തന്നെ 200 കോടി എത്തിയെന്നുള്ളതാണ്. ആ കണക്കുകളനുസരിച്ച് സിനിമ 220 കോടിയും എത്തേണ്ടതാണ്. എന്തായാലും ട്രാക്കേഴ്സ് പുറത്തുവിട്ട ആ കണക്കുകളിലേക്ക് വരാം. അതിന് മുന്നോടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ കളക്ഷനിലേക്ക് നമുക്കൊന്ന് കടക്കുകയാണെങ്കിൽ ഇന്ന് ഇതുവരെ 3,73,00,000 രൂപയാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. 2,25,000 മുകളിലുള്ള ടിക്കറ്റുകൾ സിനിമയുടേതായി വിറ്റുപോയി. അതായത് ഇന്നത്തെ ഇതുവരെയുള്ള കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ 4.5 കോടിയോളം സിനിമ തൂക്കുമെന്നുള്ളതാണ്. ഏകദേശം 4.25 കോടിക്ക് അടുത്തായിരിക്കും ഇന്നത്തെ ഫൈനലായിട്ടുള്ള ആ ഒരു ഗ്രോസ് വരാൻ നോക്കുന്നത്. കേരളത്തിൽ നിന്ന് സിനിമ ഇന്നത്തോടെ 70 കോടി കടക്കുകയാണ്. ഇന്നലെ വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് 67 കോടി കടന്നു എന്നുള്ളതും. വേൾഡ് വൈഡ് ആയിട്ടുള്ള സിനിമയുടെ ഓരോ ദിവസത്തെയും കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കിടക്കുകയാണെങ്കിൽ ആദ്യ ദിനം 50 കോടി ഒഫീഷ്യലായി വന്ന സിനിമയ്ക്ക് ട്രാക്കേഴ്സ് നൽകിയ കളക്ഷൻ 43 കോടിയാണ്. 2ാം ദിനം 34 കോടിയും 3ാം ദിനം 35 കോടിയും 4ാം ദിനം 29 കോടിയുമാണെങ്കിൽ 5ാം ദിനം 15 കോടിയും 6ാം ദിനം 13 ബുക്ക്മൈഷോയുടെ 33,33,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയെന്നുള്ള ആ ഒരു പോസ്റ്റർ എന്ന് വന്നിട്ട് സിനിമയുടെ പ്രീസെയിൽ ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ കന്നഡയിൽ നോക്കാം അത് 2,22,20,000 രൂപ കടന്ന ഈ ഒരു ചിത്രം 300 കോടിയിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യം 10 ദിനങ്ങൾ കടന്നിട്ടും അതിഗംഭീരമായിട്ടുള്ള കളക്ഷൻ തന്നെയാണ് തമിഴ്നാട്ടിൽ വരുന്നത്. സിനിമ 9 ദിവസം കൊണ്ട് 7 കോടി 26 രൂപ കടന്നിരിക്കുകയാണ്. 7.5 കോടിക്ക് മുകളിലേക്ക് സിനിമ എത്തുമെന്നുള്ളത് ഉറപ്പാക്കപ്പെടുകയും ചെയ്യുകയാണ്. എന്തായാലും ദൃശ്യത്തേക്ക് ഇന്ന് പ്രീസെയിലായിട്ട് വന്നത് 2,27,00,000 രൂപയോളമായിരുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്ത തന്നെയാണ് നമുക്ക് എടുത്ത് പറയാനുള്ളത്. എന്തായാലും പല സിനിമകളുടെയും കളക്ഷൻ ഇവിടെ ഈ ഒരു സിനിമ തൂക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കർണാടകത്തിലും അതേപോലെ തന്നെ തെലുങ്കിലും സിനിമയ്ക്ക് 10 കോടിക്ക് മുകളിലാണ്. 15 കോടിയിലേക്ക് കർണാടക എത്തുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതുകൂടാതെ ഓവർസീസിൽ നിന്ന് സിനിമയ്ക്ക് 32 കോടിയോളം എത്തിയിട്ടുണ്ട്. അതായത് പ്രേംലുവിൻ്റെ കളക്ഷൻ റെക്കോർഡും ഈ ഒരു സിനിമ തകർത്തിരിക്കുന്നു. എമ്പുരാനാണ് തൊട്ട് മുന്നിലുള്ളത്. അത് നാളെ കൊണ്ട് എമ്പുരാൻ്റെയും കഥ കഴിയുമെന്നുള്ളത് ഉറപ്പാക്കാൻ കഴിയുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 70 കോടി നേടിയ ചിത്രം ഡൊമസ്റ്റിക്കിൽ നിന്ന് മാത്രം 100 കോടിയും ഓവർസീസിൽ നിന്ന് 104 കോടിയും ഇന്നലെ കൊണ്ട് തന്നെ നേടുകയുമുണ്ടായി. എന്തായാലും ഒരു വമ്പൻ വിജയമായി സിനിമ കുതിച്ച് പായുകയാണ്. എന്തായാലും എന്നത്തേക്ക് ഈ ഒരു സിനിമ 250 കോടിയിലേക്ക് എത്തുമെന്ന് നിങ്ങൾക്ക് പറയാം. അതുപോലെ 300 കോടി എത്തുമോ? വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലാൽ സലാം.